ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രതിപാദിച്ചത് മരണ അവസ്ഥയെക്കുറിച്ചായിരുന്നു. ആ മരിക്കുന്ന തലം നമുക്കറിയാം. മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മിലെ ഞാൻ ദശവായുക്കളിൽ പ്രാണനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രാണൻ്റെ സ്ഥാനം ഹൃദയഭാഗമാണ്. അപാനൻ്റെ സ്ഥാനം ഉദരവുമാണ്. പ്രാണൻ തൻ്റെ സ്വസ്ഥാനമായ ഹൃദയഭാഗം വിട്ടിറങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രാണൻ അപാനനിൽ ലയിക്കും, അപാനൻ ഉദാനനിൽ ലയിക്കും. ഉദാനൻ യഥാർത്ഥത്തിൽ ലയിക്കേണ്ടത് വ്യാനനിലാണ്, പക്ഷെ ലയിക്കുന്നത് സമാനനിലാണ്. ആ സമാനനാണ് പിന്നീട് വ്യാനനിൽ ലയിക്കുന്നത്. അപ്പോൾ ഈ വ്യാനപ്രകൃതിയായ പ്രാണൻ ശരീരത്ത് കുരുങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പുറത്ത് പോകണമെങ്കിൽ ഏതാണ്ട് 15 നാഴിക, അതായത് 6 മണിക്കൂർ സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് മരണശേഷം 15 നാഴിക കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മൃതദേഹം ദഹിപ്പിക്കുന്നതാണ് ഉത്തമമെന്ന്. കാരണം ഈ 6 മണിക്കൂർ സമയം കൊണ്ട് നമുക്കറിയാം, മരണം കഴിഞ്ഞാൽ മൃതദേഹം മരവിച്ചു തുടങ്ങണമെങ്കിൽ ഈ 15 നാഴിക എടുക്കും. അതിന് ശേഷമാണ് നമ്മൾ മൃതദേഹം ദഹിപ്പിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അത് ചുരുക്കി ഒന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമായതുകൊണ്ടാണ് ഇത് വിശദമായി പ്രതിപാദിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച്. ആ മൃതദേഹം തെക്കോട്ട് കിടത്തി തലക്കിൽ നിലവിളക്ക് കൊളുത്തി വെച്ച്, അതുപോലെ നാളികേര മുറി. പഴയ കാലത്തൊക്കെ മൃതദേഹത്തിന് ചുറ്റി നാളികേരം വയ്ക്കുമായിരുന്നു. അതിന് ചില പ്രത്യേകതകളുണ്ട്. വെറുതെയല്ല, ഇന്ന് 2 മുറി നാളികേരമാണ് അത് തിരിവെച്ച് വയ്ക്കുന്നത്, കത്തിച്ചു വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഇപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില സംഭവങ്ങൾ. ഈ മൃതദേഹത്തിൽ നമുക്കറിയാം 2 തരത്തിലുള്ള അണുക്കൾ നമ്മിലുണ്ട്. അതിൽ ഈ രോഗാണുക്കളും ശ്വേതാണുക്കളുമുണ്ട്. അതിൽ ഭാരം കൂടിയ അണുക്കൾ രോഗാണുക്കളാണ്. ഇതിൽ ഈ മൃതദേഹത്തിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഭാരം കൂടിയ രോഗാണുക്കളെ അബ്സോർബ് ചെയ്യുവാനുള്ള ശേഷി ഈ നാളികേരത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ നാളികേരം നീലാഞ്ചന രൂപേണ എടുത്ത് വയ്ക്കുന്നത് മൃതദേഹത്തിന് ചുറ്റി. അത് പഴയകാലത്ത് 8, 16 മുറി നാളികേരമൊക്കെ വയ്ക്കുമായിരുന്നു പഴയ ആളുകൾ. അപ്പോൾ നമ്മുടെ പൂർവികർ യഥാർത്ഥത്തിൽ അപ്ലൈഡ് സയൻറ്റിസ്റ്റുകളായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് മൃതദേഹം ഈ കർമാദികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം പഞ്ചപിണ്ഡം കർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. ഈ പഞ്ചപിണ്ഡം അനുഷ്ഠിക്കുന്നത് പഴയകാലത്ത് നമ്മൾ മൃതദേഹത്തിലെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഒന്ന് മൃതിസ്ഥാനത്ത് ബ്രഹ്മദേവതയ്ക്ക്, അതുപോലെ ദ്വാരദേശത്തിൽ വിഷ്ണുദേവതയ്ക്ക്, പിന്നെ ഈ ചതയ്ക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ പഴയ കാലത്തൊക്കെ ശ്മശാനത്തിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. അതുപോലെ പോകുന്ന വഴിക്ക് വിശ്രമസ്ഥാനത്ത്,
പിന്നെ ചിതാസ്ഥാനത്ത് 2 പിണ്ഡമാണ് വെക്കുന്നത്. ചിതാസ്ഥാനത്ത് യമദേവതയ്ക്കും രണ്ടാമത് കുക്ഷിസ്ഥാന പിണ്ഡവും. ഇങ്ങനെ പഞ്ചപിണ്ഡങ്ങൾ വെച്ചാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ കർമ്മം ചെയ്യുമ്പോൾ, മൃതദേഹം കിടത്തി കർമ്മം ചെയ്യുമ്പോൾ ഈ 5 പിണ്ഡവും ഒരു സ്ഥാനത്ത് തന്നെയാണ് വെക്കുന്നത്. ഇങ്ങനെ ആണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മൃതദേഹം ചെതയിലേക്ക് കൊണ്ടുപോകുന്നതും വയ്ക്കുന്നതും. അപ്പോൾ ചെതാസ്ഥാനത്ത് ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാവരിലും, ഈ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളിലും ഇത് എത്തിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.